ഇന്നലത്തേതിന് സമാനമായ പ്രതിഷേധം തന്നെയാണ് എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുമ്പിലും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുമ്പിലും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഈ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാനാവില്ല, മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ പുതിയ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുള്ളത്. അവർ ഇന്നലത്തെ എല്ലാ പ്രതിഷേധവും യൂണിയനുകളുടെ തന്നെ പിന്തുണയോടെ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ വലിയ മുദ്രാവാക്യം വിളികളോ പ്രതിഷേധങ്ങളോ ഒന്നും ഇല്ല എങ്കിലും ആരും തന്നെ ടെസ്റ്റിന് വേണ്ടി അകത്തേക്ക് കടന്നിട്ടില്ല. ഗേറ്റിന് മുമ്പിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് മുട്ടത്തറയിലെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷന് മുമ്പിലാണ്. ഇവിടെ ഈ സ്റ്റേഷന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മറ്റ് പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിട്ടില്ല എങ്കിലും ഗേറ്റിന് മുകളിൽ മുഴുവൻ യൂണിയനുകളുടെ തൊഴിലാളി യൂണിയനുകളുടെ കൊടികൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് പിന്തുണയുമായിട്ടാണ് അത്തരത്തിൽ ഈ യൂണിയനുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യൂണിയനുകൾ ഇന്നും അവർക്ക് പിന്തുണയുമായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ അതിനു മുമ്പിൽ ഒരു തരത്തിലും പുതിയ സംവിധാനങ്ങളോടെ പരിഷ്കാരം നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല എന്ന നിലപാടുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നലത്തെ സമാനമായ പ്രതിഷേധമാണോ ഇന്നത്തെ? അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചെയ്യാനുള്ള സാവകാശം തരണം. ഒരിക്കലും ഡ്രൈവിംഗ് സ്കൂളുകാരും തന്നെ ഇതിനകത്തുള്ള പുതിയ രീതിയിലോട്ട് ആരും എതിർപ്പല്ല കാണിക്കുന്നത്. അതിന് സമയം അനുവദിക്കണം. ഓരോന്നിനും അതിന്റെ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു സമയം തരണം. അതിന് പകരം എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പൊ അതിനെന്തായാലും ഇതിന്റെ പേരിൽ സ്ലോട്ടുകൾ കംപ്ലീറ്റ് അവർ പിൻവലിച്ചു. ആർക്കും സ്ലോട്ടുകൾ കൊടുക്കുന്നില്ല. എന്നിട്ട് പുതിയ സ്ലോട്ടുകൾ എടുത്ത് പുതിയ ആൾക്കാരെയാണ് അതിനകത്ത് കയറ്റുന്നത്. നമുക്കുള്ള സ്ലോട്ടുകൾ തരുന്നില്ല, ആർക്കും പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ മാക്സിമം അവർ കവർ ചെയ്തിട്ടിരിക്കുക. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് അവർ പറയുന്ന രീതിയിൽ കോടികൾ ചെലവാക്കിയുള്ള ഓരോ പരിഷ്കാരവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള സംവിധാനം നമ്മളിൽ ഇല്ല. ഇപ്പൊ ഇന്നലെ തന്നെ ഓരോ ചാനൽ ചർച്ചയിലൊക്കെ പറയുന്നത് കേട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എന്തുകൊണ്ട് ഇത്രയും രൂപ മുടക്കി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ രൂപീകരിച്ചുകൂടാ, അവർക്ക് പുതിയ വാഹനങ്ങൾ ഇറക്കിക്കൂടാ, അവർക്ക് പുതിയ രീതി അനുസരിച്ച് വണ്ടി ഓടിപ്പിച്ചുകൂടാ എന്നൊക്കെ ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ ഇന്നലെ ഒത്തിരി പേര് പറയുന്നത് കേട്ടു. അതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇന്നലെ ഏഷ്യാനെറ്റിലെ അവതാരകം പറയുന്നത് കേട്ടു 14,000 രൂപ ഫീസ് വാങ്ങുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് അവർക്ക് 1,455 രൂപ ലേണേഴ്സ് ഫീസ് അടച്ചാൽ ബാക്കി പൈസ സ്കൂളുകാരനാണ് യൂസ് ചെയ്യുന്നത്? അവർക്ക് എന്തുകൊണ്ട് പുതിയ ഗ്രൗണ്ടുകൾ രൂപീകരിച്ചുകൂടാ, പുതിയ ടെസ്റ്റ് രീതിയിൽ വന്നുകൂടാ, പുതിയ വാഹനങ്ങൾ ഇറക്കിക്കൂടാന്ന്? അവർക്ക് ഈ 14,000 രൂപ വാങ്ങുന്നവര് 1,455 രൂപ ലേണിംഗ് ഫീസ് അടച്ചാൽ ബാക്കി പൈസ അവരെ വീട്ടിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ഈ വരുന്നവർക്ക് അവർ ടെസ്റ്റിന് കയറുന്ന ആ സമയം വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അവർക്ക് കൊടുക്കണം. അവർക്കുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തന്നെയാണ് അവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ആ കിട്ടുന്ന ക്യാഷ് അവിടെ തന്നെയാണ് നമ്മൾ ചെലവാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തുച്ഛമായ വരുമാനമേ നമുക്ക് അതിനകത്ത് ബാലൻസ് വരുള്ളൂ. പക്ഷെ ഇന്നലെ അയാള് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫീസ് വാങ്ങുമ്പോൾ നിങ്ങളുടെ ഈ സാവകാശം എന്ന് പറയുമ്പോൾ എത്ര നാളത്തെ സാവകാശമാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ്? സാവകാശം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരുപാട് കാലത്തെ സാവകാശം നമ്മൾ പറയുന്നില്ല. പക്ഷേ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരു ലോൺ തരാനായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മുന്നോട്ട് വരണം. അതിനാരും തയ്യാറല്ല. എല്ലാവർക്കും നമ്മളെടുക്കുന്ന ലോണുകൾ മൊത്തവും മാർവാടികളാണ്. മാർവാടികൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ 1 രൂപ പലിശ കൊടുക്കേണ്ടടുത്ത് 5 രൂപ പലിശ നമ്മൾ കൊടുത്താണ് ഓരോ പഴയ വാഹനങ്ങൾ പോലും നമ്മൾ ഇറക്കുന്നത്. നമുക്ക് ഒരു ബാങ്കുകാരും നമുക്കൊരു ലോൺ തരുന്നില്ല. പിന്നെ ഇവരെല്ലാം കൂടെ നമ്മള് എല്ലാ കാര്യങ്ങളും പരിഷ്കരിച്ചുള്ള രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അതിനുള്ള ഇൻകവും കൂടെ ഉണ്ടാക്കണം. അതിന്റെ ഒരു സോഴ്സ് നമുക്ക് ഉണ്ടാക്കണം. സർക്കാർ മാക്സിമം ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ, നമ്മൾ ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചിറക്കുന്നു. ഇപ്പൊ SLC വരെ അല്ലെങ്കിൽ +2 ഡിഗ്രിയോ ഏതായിരുന്നാലും കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിറക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് എക്സാം എഴുതാനായിട്ടൊരു പോയിന്റ് ആരാ കൊടുക്കേണ്ടത്? സർക്കാരാണ് കൊടുക്കേണ്ടത്, അല്ലേ? നമ്മൾ ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻസും അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഗ്രൗണ്ട് ആ സർക്കാർ തന്നെ കൊടുക്കണം. ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തുന്നത്. എന്തായാലും തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധിയായ അനു ബാറ്റിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നും സമാനമായ സാഹചര്യം. മുമ്പോട്ട് എങ്ങനെയായിരിക്കും ഈ പ്രശ്നത്തെ നേരിടുക? യൂണിയനുകളുടെ ഒരു നിലപാട് എന്തായിരിക്കും? യൂണിയനുകളുടെ സംയുക്തമായുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടെസ്റ്റ് ബഹിഷ്കരിക്കാൻ തിരികെ 4/2024 ഇന്നലെ പറഞ്ഞല്ലോ 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കുന്നവരെ ഞങ്ങളുടെ മേഖലയിൽ നിന്നും ഇത് ടെസ്റ്റിന് കയറുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഇന്ന് ചർച്ച നടക്കാൻ ചാൻസ് ഉള്ളതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കോടതിയിലാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 10 മണിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മുടെ എല്ലാവരും ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് കോടതി വിധിയിൽ നമുക്ക് ഇന്ന് അനുകൂലമായിട്ട് നേടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. കോടതി വിശ്വാസമുണ്ട് പൂർണ്ണമായും. ഏതായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ. ഒരു തരത്തിലും ഈ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതോടൊപ്പം
അതോടൊപ്പം തന്നെ യൂണിയനുകളും നിലപാട് ഉറപ്പിച്ചിരിക്കുകയാണ്. കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള വിധിയാകും ഉത്തരവാകും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക എന്നതിലാണ് ഇനി ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അത്തരത്തിൽ ടെസ്റ്റ് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ സാന്നിധ്യം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത്.